ഈ ഹെൽമെറ്റ് വെക്കാത്തതിനൊക്കെ ഫൈൻ ഈടാക്കുന്നുണ്ടല്ലോ. ഈ വളവ് തിരിഞ്ഞു വരുമ്പോ ഉള്ള കല്ലുകൾ നോക്ക്, ഉരുളൻ കല്ലുകളാണ്. ഈ ഉരുളൻ കല്ലുകൾ ബൈക്ക് ആക്സിഡന്റ് ഉണ്ടാക്കാനായിട്ട് കാരണമാവില്ലേ? ജനങ്ങളുടെ ജീവൻ അപഹരിക്കുന്നതിന് കാരണമാവില്ലേ? നോക്കൂ, ഇത്രയും അപകട സ്ഥിതിയിൽ തകർന്ന പാതകൾക്ക് എടുക്കുമ്പോഴാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്. എന്താണ് അഡ്വർടൈസ്മെൻറ്റ്? നവകേരളം പുതുവഴിയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡ്വർടൈസ്മെൻറ്റ്. നോക്കിക്കോളൂ, ഇതാണ് റോഡിൻ്റെ അവസ്ഥ. ഓക്കെ, കണ്ടില്ലേ? ഓട്ടോറിക്ഷയും കാര്യങ്ങളും ഒക്കെ പോകുന്ന റോഡിൻ്റെ അവസ്ഥയാണ്. ഒരു പൈപ്പ് ലൈൻ കുഴിച്ചിട്ട് അത് ടാർ ചെയ്തിട്ട് ഒരു മഴ താണ്ടിയിട്ടില്ല. മനസ്സിലായ? ഉരുളൻ കല്ലുകളാണ് കിടക്കുന്നത്. ഇതിൽ കൂടെ ആൾക്കാർക്ക് നടക്കാൻ പോലും വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, ആ രീതിയിലുള്ള നിർമ്മിതിയാണ് നമ്മുടെ തൃശ്ശൂർ കോർപ്പറേഷൻ ജനങ്ങളോട് പ്രതിബദ്ധമായിട്ട് പുലർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് നവകേരളത്തിൻ്റെ പുതുവഴികളാണോ തകർന്ന വഴികളാണോ ജനങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇത് തൃശ്ശൂർ റൗണ്ടിൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തിനൊക്കെ മുമ്പ്, മഴ പെയ്യുന്നതിനേക്കാളും മുമ്പ് ടാർ ചെയ്ത പ്ലേസാണ്. അതായത് പൈപ്പ് ലൈൻ എടുത്തിട്ട് ടാർ ചെയ്തൊരു പ്ലേസാണ്. ഈ ടാർ ചെയ്ത പ്ലേസിൽ ഇപ്പോൾ ഉരുളൻ കല്ലുകൾ വീണ്ടും കൊണ്ടുവന്ന് നിറച്ചിട്ടിരിക്കുകയാണ്, വണ്ടികളുടെ ഫിറ്റ്നസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ. ഇതാണോ നവകേരളത്തിൻ്റെ പുതുവഴികൾ? ഈ ഉരുളൻ കല്ലുകളിലൂടെയാണോ വണ്ടികൾ പോവേണ്ടത്? ടൂ വീലേഴ്സിന് അത്രത്തോളം അപകടമുണ്ടാവുന്ന രീതിയിൽ ഈ വഴികൾ ഉണ്ടാക്കി വെച്ചിട്ട് നവകേരളത്തിൻ്റെ